ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയും മരിച്ചു. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ആൺ സുഹൃത്തിന്റെ അതിക്രൂര പീഡനത്തിനിരയായി വെന്റിലേറ്ററിലായിരുന്ന ചോറ്റാനിക്കരയിലെ പെൺകുട്ടി മരിച്ചു. കൊച്ചിയിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ മരണം അല്പം മുൻപ്. പെൺകുട്ടി നേരിട്ടത് ലൈംഗികാതിക്രമവും ക്രൂരമർദ്ദനവും. രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്ത്? ഇനിയും തുമ്പ് കിട്ടാതെ പോലീസ്. കുഞ്ഞാണ് സാമ്പത്തിക പ്രശ്നത്തിന് കാരണമെന്ന് ജോത്സ്യൻ പറഞ്ഞെന്ന് അമ്മ ശ്രീതു. ശംഖുമുഖം ദേവിദാസനെ ചോദ്യം ചെയ്ത് പോലീസ്. മുനമ്പത്ത് പിടിയിലായ ബംഗ്ലാദേശികൾ 10 വർഷമായി കേരളത്തിൽ താമസിക്കുന്നവരെന്ന് പോലീസ്. വ്യാജ ആധാർ കാർഡ് സംഘടിപ്പിച്ചത് ബംഗാളിലെ ഏജന്റുമാർ വഴി. ഇവർക്ക് സഹായം നൽകിയവരെ കുറിച്ചും അന്വേഷണം. തൃപ്പൂണിത്തുറ തിരുവാണിയൂർ ഗ്ലോബൽ സ്കൂളിലെ റാഗിങ്ങിനെ തുടർന്നുള്ള ആത്മഹത്യയിൽ അന്വേഷണം തുടങ്ങി പോലീസ്. സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. വിദ്യാർത്ഥിയോ കുടുംബമോ പരാതിപ്പെട്ടിരുന്നില്ല എന്ന് സ്കൂൾ മാനേജ്മെന്റ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിൽ പ്രസംഗിച്ചു തളർന്നെന്ന് സോണിയാഗാന്ധി. പരാമർശം രാഷ്ട്രപതിയെ അപമാനിക്കുന്നതെന്ന് BJP. സോണിയയ്ക്ക് ഫ്യൂഡൽ മനോഭാവമെന്ന് വിമർശനം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി നിരവധി നിർണായക ബില്ലുകൾ സഭയിലെത്തും. പൊതു ബജറ്റ് നാളെ. സ്വർണ്ണവില കുതിച്ചുയർന്നു. പവന് 61,840 രൂപയായി. ഇന്ന് 960 രൂപ കൂടി. ഒരു മാസത്തിനിടയിൽ വർധന 4,640 രൂപ. യമുനയെ മലിനമാക്കിയെന്ന ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അരവിന്ദ് കെജ്രിവാൾ. വിശദീകരണം. ഡൽഹി ജലബോർഡിന്റെ രേഖകൾ ഉദ്ധരിച്ച് 14 പേജുള്ള വിശദീകരണ കത്തും കൈമാറി. രഞ്ജി ട്രോഫിയിലും നിരാശപ്പെടുത്തി വിരാട് കോഹ്ലി. റെയിൽവേസിനെതിരെ 6 റൺസിന് പുറത്ത്. കോഹ്ലിയെ ക്ലീൻ ബോൾഡാക്കിയത് പേസർ ഹിമാൻഷു സംഘ്വ. എറണാകുളം ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിൽ നിന്ന് അതിക്രൂരമായ പീഡനമേറ്റ പെൺകുട്ടി മരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു പെൺകുട്ടി. അല്പം മുൻപാണ് മരണ വാർത്ത പുറത്തേക്ക് വന്നത്. നവമി ദിനേശ് ചേരുന്നു. നവമി, 6 ദിവസത്തോളം വെന്റിലേറ്ററിൽ കഴിയുക. തലച്ചോറിന് തന്നെ ഗുരുതരമായ അവസ്ഥയിൽ, അതീവ ഗുരുതരാവസ്ഥയിൽ രക്ഷപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ചെറിയ പ്രതീക്ഷകൾ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ആ കുട്ടി മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം വരുമ്പോൾ എപ്പോഴാണ് ഈ വിവരം വരുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? അപർണ, അല്പസമയം മുമ്പാണ് ഈ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. നമുക്കറിയാം, ഈ അപകടം ഉണ്ടായ ദിവസം മുതൽ തന്നെ വെന്റിലേറ്ററിൽ അതീവ തീവ്രപരിചരണ വിഭാഗത്തിൽ കുട്ടിയുടെ ചികിത്സ തുടരുന്ന സാഹചര്യമായിരുന്നു. ഈ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ അബോധാവസ്ഥയിലായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞത് 24 മണിക്കൂറല്ല എന്നുണ്ടെങ്കിൽ കുട്ടി ഒരു കോമ സ്റ്റേജിലേക്ക് പോകുന്ന സാഹചര്യമാണ്. പക്ഷെ അപ്പോഴും ഡോക്ടർമാർ പരിശ്രമിച്ചിരുന്നു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. പക്ഷെ ആ ശ്രമങ്ങളെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് അല്പസമയത്തിന് മുൻപ് പോക്സോ കേസ് അതിജീവിത കൂടിയായിട്ടുള്ള ഈ പെൺകുട്ടി ഇങ്ങനെ മരിച്ചു എന്ന വിവരം ആശുപത്രിയിൽ നിന്നും വരുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്നു ചികിത്സ. അവിടെ നിന്നാണ് കുട്ടിയുടെ മരണവിവരം പുറത്തു വരുന്നത്. പെൺകുട്ടിയുടെ അമ്മ ആ ദിവസം മുതൽ തന്നെ ഒപ്പം ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ തിരിച്ചുവരവിനായി അവർ ഏറെ ആഗ്രഹിക്കുകയും ചെയ്തു. അതിക്രൂരമായാണ് ഈ പ്രതി അനൂപ് പെൺകുട്ടിയെ മർദ്ദിച്ചത്. കൊലപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കയ്യിൽ ചുറ്റികയും കത്തിയും ഒക്കെ കരുതിക്കൊണ്ട് ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്നതിന് വേണ്ടി യുവാവ് അവിടെ എത്തുകയും പെൺകുട്ടിയുമായി വലിയ രീതിയിൽ വാക്കുതർക്കം ഉണ്ടാകുകയും തല ഭിത്തിയിൽ ഇടിപ്പിച്ചു. ശേഷം ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ ഒരു സംശയം, പെൺകുട്ടിയുടെ കഴുത്തിൽ ഈ ഒരു ഷോൾ മുറുക്കിയ നിലയിലായിരുന്നു. ആ ഷോൾ മുറുക്കിയത് ഈ യുവാവ് തന്നെയാണോ ഷോൾ മുറുക്കി ഫാനിൽ ഈ കൊലപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രമിച്ചതെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പോലീസും ഒപ്പം ഡോക്ടർമാരും പറയുന്നതനുസരിച്ച് പെൺകുട്ടി സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഈ യുവാവുമായി ഇത്തരത്തിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. ഈ വാക്കുതർക്കത്തിനൊടുവിൽ യുവാവ്
ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് അല്ലെങ്കിൽ താൻ മരിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ യുവാവ് പറയുന്നത് എങ്കിൽ നീ പോയി ചത്തോ എന്ന് ആക്രോശിച്ചുകൊണ്ട് പെൺകുട്ടിയോട് പറയുന്നു. പെൺകുട്ടി ഇത് കേട്ട് കയ്യിൽ കരുതിയിരുന്ന ഷോള് ഫാനിൽ കെട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഇത് പെൺകുട്ടി പിടയുന്നത് കണ്ട് യുവാവ് ഈ ഷോള് അറുത്തു മാറ്റുന്നു. അതിനുശേഷം പെൺകുട്ടി വലിയ രീതിയിൽ ഒച്ച വെക്കുന്നത് കണ്ട് യുവാവ് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ശ്വാസം മുട്ടിക്കുന്നു. ആ സമയത്ത് തന്നെ പെൺകുട്ടി അബോധാവസ്ഥയിലാകുന്നു. യുവാവ് കരുതിയിരുന്നത് പെൺകുട്ടി മരിച്ചു എന്നാണ്. അതിനുശേഷം അത് മരിച്ചു എന്ന് ഉറപ്പിച്ച് ബോധം തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ചത് കൊണ്ട് 7 മണിയോടുകൂടി യുവാവ് വീട്ടിന്റെ പുറകുവശത്തുകൂടി ഓടി രക്ഷപ്പെടുന്നു. അതിനുശേഷമാണ് ഈ ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി, ഇത് ശനിയാഴ്ച പുലർച്ചെ നടന്ന സംഭവമാണ്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച വൈകുന്നേരം 4 മണി സമയത്താണ് പെൺകുട്ടിയുടെ ഒരു ബന്ധു വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴാണ് അബോധാവസ്ഥയിൽ തുടരുന്ന ഈ പെൺകുട്ടിയെ, കയ്യിലെ മുറിവ് ഉറുമ്പരിച്ച നിലയിലായിരുന്നു ഇങ്ങനെ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വിദഗ്ധ ചികിത്സയ്ക്കായാണ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവം കൂടിയാണ് ഇത്. ഇത്ര ദിവസം പിന്നിടുമ്പോഴും പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നില്ല, മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് അല്പസമയം മുമ്പ് പെൺകുട്ടി മരിച്ചു എന്ന വാർത്ത കൂടി സ്ഥിരീകരിക്കുന്നത്. ശരീരത്തിലേറ്റ മാരകമായിട്ടുള്ള മുറിവുകൾ, ഒപ്പം തലച്ചോറിനേറ്റ ഗുരുതരമായിട്ടുള്ള പരിക്ക്. ഈ ഭിത്തിയിലേക്ക് തല പല തവണ ഇടിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കും ദേഹത്തുമൊക്കെ അടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ യുവാവ് മുറിവ് ഏൽപ്പിച്ചു എന്നുകൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. അങ്ങനെ പരിശോധനയിലൊക്കെ അത് വ്യക്തമാകുകയും ചെയ്തു. ഈ യുവാവ് ഇത്രയൊക്കെ ആക്രമണം നടത്തിയതിനു ശേഷം പെൺകുട്ടിയോട് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്നു. പെൺകുട്ടി ഇത് നിരാകരിക്കുന്നതോടുകൂടിയാണ് ആക്രമണം വലിയ രൂക്ഷമായിട്ടുള്ള രീതിയിലേക്ക് പോവുകയും കുട്ടിയെ ഈ മരണത്തിലേക്ക് വരെ നയിക്കുന്ന തരത്തിലേക്ക് യുവാവിന്റെ പ്രവർത്തികൾ മാറുകയും ചെയ്തത്. പിന്നീട് പെൺകുട്ടി യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലൊക്കെ ഇത് സമ്മതിക്കുകയും ചെയ്തു. 1 വർഷമായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. പിന്നീട് അതൊരു പ്രണയത്തിലേക്ക് മാറി. പക്ഷെ പെൺകുട്ടിക്ക് മറ്റ് ചില യുവാക്കളുമായിട്ടുള്ള സൗഹൃദം, അത് സോഷ്യൽ മീഡിയ വഴിയുള്ള സൗഹൃദങ്ങളും മറ്റുമൊന്നും യുവാവിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ശനിയാഴ്ച രാത്രി ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുകയും ഇങ്ങനെ ഒരു മർദ്ദനമൊക്കെ ഉണ്ടാകുകയും ചെയ്തത്. യുവാവ് പലതവണ ഈ പെൺകുട്ടിയെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു അന്ന് രാത്രി. പക്ഷേ പെൺകുട്ടി തിരിച്ചു വിളിക്കുവാനോ ആ ഫോൺ എടുക്കുവാനോ തയ്യാറായില്ല, മറ്റൊരു കോളിലാണെന്ന് പറയുന്നു. ഇത് യുവാവിൽ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുന്നു. 9 മണിയോടുകൂടി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നു. അത് മറ്റൊരു സുഹൃത്തിന്റെ ഇരുചക്ര വാഹനത്തിലാണ് ആ യുവാവ് ആ വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയുമായി വാക്കുതർക്കം ഉണ്ടാകുന്നു. ആ സമയത്ത് അവിടെ മറ്റൊരു വ്യക്തി കൂടി എത്തിയെന്ന് അനൂപിന് തോന്നുന്നു, ഈ പ്രതിയായ അനൂപിന് തോന്നുന്നു. പക്ഷെ അതും ഈ പെൺകുട്ടി വിളിച്ചിട്ടായിരിക്കും ആ യുവാവ് വന്നതെന്ന് ഒരു സംശയം അത് വർദ്ധിക്കുകയും വീണ്ടും ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു കാഠിന്യം വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇത്രയും മാരകമായ കുട്ടിയുടെ ശരീരത്തിൽ ആസകലം മുറിവുകളും ക്രൂരമായിട്ടുള്ള മർദ്ദനവും ഒക്കെ കുട്ടി കേൾക്കേണ്ടി വരുന്നത്. അതിനുശേഷമാണ് ഈ ആശുപത്രിയിലെ ചികിത്സയും തുടർന്നുള്ള നടപടികളും. ഇതൊക്കെ യുവാവ് പോലീസിന് നൽകിയ മൊഴിയാണ്. കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നടത്തിയ തെളിവെടുപ്പിൽ ഇതെല്ലാം വിശദീകരിക്കുന്നു. താൻ എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചത്, എന്തൊക്കെയാണ് കയ്യിൽ കരുതിയിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പോലീസിന് വീട്ടിൽ നിന്നും തെളിവെടുക്കാൻ കഴിഞ്ഞു. ഒപ്പം ഈ യുവാവിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെയിനും അതും പെൺകുട്ടിയുടെ കഴുത്തിൽ മുറുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. അതും പോലീസിന് അവിടുന്ന് കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാരടക്കം, ഈ പെൺകുട്ടിയുടെ അമ്മയും ഒപ്പം ഈ സമീപത്ത് താമസിക്കുന്ന നാട്ടുകാരടക്കം ഈ യുവാവിനെതിരെ വലിയ രീതിയിൽ പരാതി നൽകുകയും അല്ലെങ്കിൽ യുവാവിന്റെ ഇത്തരത്തിലുള്ള മോശം സ്വഭാവത്തെ പറ്റി പറയുകയും ചെയ്തു. പോലീസിന് പരാതി അടക്കം ഇതിനു മുൻപ് നൽകിയതാണ്. ആ പരാതി നൽകുന്ന സമയത്തൊക്കെയും ഈ പെൺകുട്ടി യുവാവിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ യുവാവുമായിട്ട് തന്റെ ഇഷ്ടമാണ്, യുവാവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ല എന്നൊക്കെയാണ് മാതാവിനോടും ബന്ധുക്കളോടും ഒക്കെ ആവർത്തിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ പലപ്പോഴും ഈ യുവാവുമായിട്ടുള്ള സൗഹൃദത്തെ അതിൽ നിന്ന് പിന്തിരിയണമെന്ന് അമ്മ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും മുഖവുരയ്ക്കെടുക്കാൻ കുട്ടി തയ്യാറായില്ല. യുവാവിനോട് അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറയുമ്പോഴും ആ യുവാവ് പറയുന്നത് തനിക്ക് അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ല എന്ന്. അത്തരത്തിലുള്ളൊരു ബന്ധമായിരുന്നു ഇവർ തുടർന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു സംശയവും പിന്നീടുള്ള ആക്രമണവും ഉണ്ടാവുകയും ഇപ്പോൾ കുട്ടി മരിച്ചു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നതും.
നവമി, കൊലക്കുറ്റം തന്നെ ചുമത്തും അത് സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ പോലീസ്, അല്ലേ? അതായത് ഈ ഷോളിൽ പെൺകുട്ടി തന്നെയാണ് കുരുക്കിയത് എന്നായിരുന്നു പ്രതി പറഞ്ഞിരുന്നപ്പോൾ ഇതിലിപ്പോൾ കുട്ടി മരിക്കുകയും ചെയ്തതോടുകൂടി മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള ഈ മർദ്ദനമാണെന്ന് വ്യക്തമാകുന്നതോടെ കൊലക്കുറ്റം തന്നെ ചുമത്തും. അത് നമുക്ക് സ്ഥിരീകരിക്കാമല്ലോ, അല്ലേ? തീർച്ചയായും അപർണ, ഇപ്പോൾ യുവാവിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗം, ഒപ്പം വധശ്രമം എന്നീ വകുപ്പുകളാണ്. ഇനി വധശ്രമം മാറി അത് കൊലക്കുറ്റം തന്നെ ചുമത്തും. കാരണം ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് യുവാവിന്റെ പ്രവൃത്തികൾ തന്നെയാണ്. ശരീരത്തിലും തലച്ചോറിനുമേറ്റ മാരകമായിട്ടുള്ള പരിക്കുകൾ തന്നെയാണ്. ഈ ഭിത്തിയിലേക്ക് കുട്ടിയുടെ തല പലതവണ ആവർത്തിച്ചിടിക്കുകയും ചെയ്തു. ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ച ശേഷം തന്നെയാണ് പോലീസ് ഒരു കൊലക്കുറ്റം ചുമത്തുവാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ നടപടിക്രമങ്ങൾ ഈ തെളിവെടുപ്പ് അടക്കം നടന്ന സാഹചര്യത്തിലും യുവാവ് കുറ്റം സമ്മതിച്ച ഒരു സാഹചര്യത്തിൽ വകുപ്പുകൾ മാറ്റി ഈ കുറ്റപത്രത്തിലടക്കം അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിക്കുവാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ യുവാവിന്റെ ഇനി കൂടുതൽ തെളിവെടുപ്പുകൾ കൂടി ആവശ്യമായിരിക്കും. വകുപ്പുകളൊക്കെ മാറ്റി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ തെളിവെടുപ്പിനോ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കോ വേണ്ടി യുവാവിനെ കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള ഒരു സാഹചര്യവും പോലീസിന്റെ മുന്നിലുണ്ട്. ഇതുവരേക്കും യുവാവ് കുറ്റം സമ്മതിച്ചു ഏതൊക്കെ പ്രവർത്തികളാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് പെൺകുട്ടിയെ മർദ്ദിച്ചതെന്നൊക്കെ കൃത്യമായി യുവാവ് വിശദീകരിച്ച് നൽകുകയും ചെയ്തു. ഈ തെളിവുകളടക്കം ഈ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച കത്തിയും ചുറ്റികയും അടക്കം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ വകുപ്പുകൾ മാറ്റിയുള്ള ഒരു കേസായിരിക്കും. കൊലക്കുറ്റം തന്നെയാണ് ഇനി യുവാവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പരമാവധി ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയായിരിക്കും അന്വേഷണ സംഘവും ഇനി തുടർന്നുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക. അപർണ, അതായത് ഇനിയിപ്പോൾ ഈ തെളിവെടുപ്പ് പൂർണ്ണമായിരുന്നു, ചുറ്റിക അടക്കം കണ്ടെത്താൻ കഴിയുകയും ചെയ്തിരുന്നു. അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മൊഴികൾ എടുക്കേണ്ട സാഹചര്യമില്ല. കുട്ടിയുടെ ഈ ചോറ്റാനിക്കര പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കേസിലേക്ക് തന്നെ കടന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമാണ്. ലഹരി കേസിലെ പ്രതി കൂടി ആയതുകൊണ്ട് അനൂപിനെതിരെ അത്തരം കേസുകൾ കൂടി ഇപ്പോൾ നിലവിലുള്ളതും ഇതിനകത്ത് പരിഗണിക്കപ്പെടുമോ? തീർച്ചയായും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള യുവാവാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. തലയോലപ്പറമ്പ് സ്വദേശിയാണ് ഈ പ്രതിയായിട്ടുള്ള അനൂപ്. 2 കേസുകൾ, അക്രമ കേസുകളും ഒപ്പം ലഹരി കേസും, അങ്ങനെ 3 കേസുകളാണ് അനൂപിനെതിരെ ഇതിനോടകം തന്നെ ഉള്ളത്. അതുകൂടി എന്തായാലും പോലീസ് പരിഗണിച്ചിട്ടുണ്ട്. ഒപ്പം അനൂപിന്റെ നാട്ടുകാർ അനൂപിനെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു റിപ്പോർട്ടാണ് നൽകിയത്. കാരണം അനൂപ് വീട്ടിലും നാട്ടിലും ഒക്കെ വലിയ പ്രശ്നക്കാരനായിരുന്നു. വലിയ രീതിയിൽ കൊല്ലുമെന്നൊക്കെ പരസ്യമായി നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒപ്പം ഈ പെൺകുട്ടിയുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പരിസരവാസികളും യുവാവിനെതിരെയും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അല്ലെങ്കിൽ യുവാവിന്റെ മോശ സ്വഭാവത്തെ പോലീസിനോട് അറിയിച്ചിട്ടുണ്ട്. പരാതി അടക്കം നൽകിയതും പോലീസിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പഴുതടച്ചൊരു അന്വേഷണം അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പുകൾ ചുമത്തി അത്തരത്തിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ലഹരി ഉപയോഗിക്കുന്ന ആക്രമണങ്ങളൊക്കെ നടത്തുന്ന ഒരു യുവാവ് തന്നെയാണ് അനൂപ് എന്ന് പോലീസ് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയായ പെൺകുട്ടി വെന്റിലേറ്ററിലായിരുന്നു. 6 ദിവസം ആ പെൺകുട്ടി മരിച്ചിരിക്കുന്നു. ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് മരണം എന്നും കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. ആൺസുഹൃത്ത് അനൂപിന് എതിരെ കൊലക്കുറ്റം ചുമത്തും. നവമി ദിനേശ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കുണ്ടറയിൽ കുട്ടികളുടെ മുത്തച്ഛൻ പ്രതിയായിട്ടുള്ള പോക്സോ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി വിധി 4 മണിക്ക് ശേഷം പ്രഖ്യാപിക്കും. കൊട്ടാരക്കര അതിവേഗ കോടതിയാണ് കേസിൽ വിധി പറയുക. 11ഉം 13 വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചെന്നും പീഡനത്തിൽ മനംനൊന്ത് 11-കാരി തൂങ്ങി മരിച്ചെന്നുമാണ് കേസ്. എസ് വിനേഷ് ചേരുന്നു വിവരങ്ങൾ. വിനേഷ്, കേസിന്റെ വിവരങ്ങളടക്കം എപ്പോഴത്തേക്കാണ് വിധി വരിക? വളരെ പ്രമാദമായ വിധി പറയുക. കൊല്ലം കുണ്ട്രയിൽ മുത്തച്ഛനായിട്ടുള്ള പോക്സോ കേസിലാണ് ഇന്ന് വിധി പറയുന്നത്. രാവിലെ വിധി പറയാനായി കേസ് പരിഗണിച്ചപ്പോൾ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 4 മണിക്ക് ശേഷം വിധി അറിയിക്കുകയായിരുന്നു. കൊട്ടാരക്കര അതിവേഗ കോടതിയാണ് ഇന്ന് കേസിൽ വിധി പറയുക. അതായത് 11ഉം 13ഉം വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചെന്നും പീഡനത്തിൽ മനംനൊന്ത് 11-കാരി തൂങ്ങി മരിച്ചു എന്നതായിരുന്നു കേസ്. ഇതിൽ 39 സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. പ്രധാന സാക്ഷികളെല്ലാം കൂറുമാറിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു.
കുട്ടിയുടെ സഹോദരി കോടതിക്ക് നൽകിയ ചില രഹസ്യമൊഴി, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം തന്നെ കേസിൽ നിർണായകമായി തന്നെയാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും കേസിൽ 4 മണിക്ക് ശേഷം ജഡ്ജി അഞ്ജു മീര ബിർള വിധി പറയും. വിവരങ്ങൾ നൽകി. ഇടവേള. ഹരികുമാർ പറഞ്ഞു. കുഞ്ഞേ മാപ്പ്. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം കണ്ടെത്താനാകാതെ പോലീസ്. പ്രതിയുടെ മൊഴിയിൽ പരാമർശിക്കുന്ന മുൻവൈരാഗ്യത്തിനപ്പുറം കുടുംബത്തിന് അന്ധവിശ്വാസമുണ്ടായിരുന്നതായും ഹരികുമാറും ശ്രീതുവും തലമുണ്ഠനം ചെയ്തത് ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരമാണെന്നുമാണ് കണ്ടെത്തൽ. കുഞ്ഞുണ്ടായതോടെയാണ് സാമ്പത്തിക പ്രശ്നമുണ്ടായതെന്ന് ജോത്സ്യൻ പറഞ്ഞതായി ശ്രീതുവും മൊഴി നൽകി. കുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസിനെ വിശദമായ ചോദ്യം ചെയ്യലിനായി പോലീസ് വിളിച്ചു വരുത്തി. തന്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്തതിനാൽ ശ്രീധുവിനോട് തോന്നിയ വൈരാഗ്യമാണ് ദേവേന്ദുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പ്രതി ഹരികുമാർ അന്വേഷണ സംഘത്തോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്നാൽ കുട്ടിയുടെ അമ്മയുടെയും അമ്മാവന്റെയും വാട്സ്ആപ്പ് ചാറ്റുകൾ വിശദമായി പരിശോധിച്ച പോലീസ് സംഘത്തിന് സംശയങ്ങൾ ഏറി. സംഭവം നടന്ന വീടിനുള്ളിൽ ദുരൂഹമായ നിലയിൽ കണ്ടെത്തിയ വസ്തുക്കളടക്കം വിശദമായി പരിശോധിച്ചു. ഇതോടെയാണ് കുടുംബം അന്ധവിശ്വാസത്തിന് അടിമകളായിരുന്നെന്നും കരിക്കകം സ്വദേശിയായ ജോത്സ്യനുമായി ബന്ധമുണ്ടായിരുന്നെന്നും കണ്ടെത്തിയത്. ഹരികുമാറും ശ്രീധുവും തലമുണ്ടനം ചെയ്തത് ജോത്സ്യനായ ശംഖുമുഖം ദേവദാസന്റെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് തെളിഞ്ഞതോടെ വിശദമായ ചോദ്യം ചെയ്യലിനായി ഇയാളെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. റൂറൽ എസ് പി എസ് സുദർശനന്റെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയതിനു ശേഷം സ്റ്റേഷനിലെത്തി കുടുംബാംഗങ്ങളെയും ജോത്സ്യനെയും വിശദമായി ചോദ്യം ചെയ്തു. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാനാവില്ലെന്നും അന്വേഷണം തുടരുകയാണെന്നുമായിരുന്നു റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം. പ്രതിക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സയന്റിഫിക് എക്സാമിനേഷൻ കൂടി ആവശ്യമുണ്ട്. ഇതിന് മൊബൈൽ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാഹചര്യ തെളിവുകൾ കുറച്ചുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. പ്രതി കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണങ്ങളും മറ്റേതിന്റെ മോട്ടീവ്സ്, ഇന്റൻഷൻ, ഈ കാരണങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിനായി ദേവേന്ദുവിന്റെ മുത്തശ്ശിയെയും മൂത്ത സഹോദരിയെയും അച്ഛൻ ശ്രീജിത്തിനെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. മൊഴികളിലെ അവ്യക്തത മാറാനാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ദുരൂഹമാണ് ദേവിദാസിന്റെ വീടിന് പരിസരത്തെ സാഹചര്യം. നിരന്തരം ഇവിടെ ആളുകൾ വന്നുപോകുന്നുവെന്ന് നാട്ടുകാർ പറയും. ശംഖുമുഖം ദേവിദാസൻ എന്ന ജ്യോതിഷഭൂഷണം, ജ്യോതിഷ ശിരോമണി, പൂജാരത്നം എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന പ്രദീപിന്റെ ജ്യോതിശാലയത്തിലേക്ക്, വീട് കൂടി ഉൾപ്പെടുന്ന ജ്യോതിശാലയത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെയാണ് അയാളുടെ ഈ ജ്യോതിശാലയം. നിരവധി ആളുകൾ നേരത്തെയൊക്കെ വന്നു പോകുന്നുവെന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്ന ആ സ്ഥലമാണ്. അവിടെയാണ്, ഈ സ്ഥലത്താണ് ഇവിടെ ഈ ജ്യോതിശാലയവും വീടുമുള്ളത്. വീടുമായി ചേർന്ന് തന്നെയാണ് ജ്യോതിശാലയം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഈ രാശിയൊക്കെ വ്യക്തമാക്കുന്ന, രാശിയൊക്കെ വരച്ച് ഈ ബോർഡിൽ ഇവിടെ വച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. അവിടെ നിന്ന് മാറിയാൽ ഈ ഹോമ കുണ്ടം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ, ഈ പൂജാ സ്ഥലങ്ങളൊക്കെ കാണാനാകും. ഇവിടെ വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ്. തൊട്ട് പുറകിലാണ് ഇയാളിവിടെ വീടും അതുപോലെ തന്നെ ഈ ഹോമകുണ്ടവും ഒക്കെ ഉള്ളത്. ഉള്ളിലേക്കാണ് ഈ ആരാധന നടക്കുന്ന, പൂജ നടക്കുന്ന സ്ഥലങ്ങൾ. ഇത് ഇയാളുടെ ഹോമകുണ്ടത്തിൻ്റെ ഭാഗമാണ്. ഈ ഹോമകുണ്ടം ഇവിടെ രാത്രിയിൽ പകലുമൊക്കെ പൂജകൾ നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. 10-17 വർഷമായി പ്രദീപ് ഇവിടെ താമസിക്കുന്ന ആളാണ്. നേരത്തെ ഇയാൾ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു. ന്യൂ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് ഈ കരിക്കകത്ത് തന്നെയുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകനായിരുന്നു. അതിനുശേഷം അതിന് മുമ്പ് മുട്ടക്കച്ചവടവും നടത്തിയിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ആളിലൊക്കെ വരാറുണ്ടോ ഇവിടെ? വരാറുണ്ട്. ഇതിനു മുമ്പ് ജോലിസിനാവുന്നതിന് മുമ്പ് വേറെ എന്തോ അറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. എന്താണ് ഈ പ്രദീപിന്റെ ഈ കൊലപാതകത്തിലെ പങ്കെന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. ഒരു കാര്യം വ്യക്തമാണ്, പോലീസ് സമിതി കൃത്യമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. ഈ കുടുംബത്തിന്, പ്രത്യേകിച്ചും ശ്രീധുവിനും സഹോദരൻ ഹരികുമാറിനും ഒക്കെ ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി കൂടിയാണോ ഈ കൊലപാതകമെന്ന സംശയമാണ് പോലീസിനുള്ളത്. ശ്രീധു കുറച്ച് ദിവസം മുമ്പ് തലമുണ്ടനം ചെയ്തു, അതും ഈ വിശ്വാസത്തിന്റെ ഭാഗമെന്ന് പറയുന്നത്. ഏതായാലും ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ, ഈ പ്രദീപിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൽ കുറച്ചുകൂടി വ്യക്തത ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്.
എറണാകുളത്ത് റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്തെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദാണ് 2 ആഴ്ച മുൻപ് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ചത്. കുട്ടി മുൻപ് പഠിച്ചിരുന്ന ജെം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെതിരെയും കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സ്കൂളിൽ അതിക്രൂരമായി മിഹിർ റാഗ് ചെയ്യപ്പെട്ടെന്നും സ്കൂൾ അധികൃതർ ഇടപെട്ടില്ലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം മിഹിറിന്റെ രക്ഷിതാക്കൾ പോലീസിന് കൈമാറിയ പരാതിയിലാണ് ക്രൂരമായ റാഗിങ്ങിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും കുടുംബം. എന്നാൽ ആരോപണം വസ്തുതാപരമല്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. സ്കൂളിൽ വെച്ച് റാഗിംഗ് നേരിടേണ്ടി വന്നതായി മിഹിർ അധ്യാപകരോട് പരാതിപ്പെട്ടിട്ടില്ലെന്നും ഒന്നും മറച്ചുവെക്കാനില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി സ്കൂളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. കുടുംബം പറയുന്ന സ്കൂളിലെ സമൂഹമാധ്യമ കൂട്ടായ്മയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മിഹിറിനെ അപകീർത്തിപ്പെടുത്തുന്ന ചാറ്റുകളുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു. ഈ മാസം 15-ാം തീയതിയാണ് മിഹിറിനെ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം മുനമ്പത്ത് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി താമസിച്ച 27 ബംഗ്ലാദേശികൾ പിടിയിൽ. ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന ലേബർ ക്യാമ്പിൽ താമസിച്ചവരാണ് അറസ്റ്റിലായത്. ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ബംഗ്ലാദേശികൾ പിടിയിലാകുന്നത്. ക്ലീൻ റൂറൽ എന്ന പേരിൽ കൊച്ചിയിൽ നടന്ന പരിശോധനയിലാണ് ഈ മാസം 15-ന് പെരുമ്പാവൂരിൽ നിന്നും ബംഗ്ലാദേശി യുവതി തസ്ലിമ ബീഗം പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ ബംഗ്ലാദേശികൾ അറസ്റ്റിലാകുന്നത്. 50ഓളം പേരെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ 27 പേർ വ്യാജ ആധാർ രേഖകൾ ഉപയോഗിച്ച് എറണാകുളത്ത് താമസിക്കുന്നവരാണെന്ന് കണ്ടെത്തി. പിടിയിലായവർ 3 മാസം മുതൽ 10 വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് വ്യക്തമായതായി ആലുവ റൂറൽ SP വൈഭവ് സക്സേന. 3 മാസം മുതൽ ഏകദേശം കൊറിയാനാലായിട്ട് മീൻസ് ഒരാൾ 10 വർഷം ഇവിടെ താമസിച്ചിരുന്നു. അതിർത്തി കടന്ന് പശ്ചിമ ബംഗാളിലെത്തി അവിടെ നിന്ന് ഏജന്റ് വഴിയാണ് ഇവർ ആധാർ കാർഡ് തരപ്പെടുത്തിയത്. കേരളത്തിൽ ഇവർക്ക് സഹായം ലഭിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിൽ ജോലി ചെയ്താൽ സാമ്പത്തികമായി വലിയ ലാഭമുണ്ടാക്കാമെന്ന് കരുതിയാണ് എത്തിയതെന്നാണ് പിടിയിലായ ബംഗ്ലാദേശികൾ പോലീസിന് നൽകിയ മൊഴി. ഇവരെ നാട് കടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് SP അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. രാജ്യം അതിവേഗം വികസന പാതയിലൂടെ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങി. സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയിൽ വെച്ചു. ലക്ഷ്യം വികസിത ഭാരതം. എല്ലാ മേഖലയിലെയും വികസനം ഉറപ്പാക്കും. സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും പ്രത്യേക പരിഗണന. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും അഭിവൃദ്ധി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ये बजट एक नया विश्वास पैदा करेगा, नई ऊर्जा देगा. हम सर्वांगीण विकास के संकल्प को लेकर के मिशन मोड में आगे बढ़ते जा रहे हैं. रिफॉर्म, परफॉर्म एंड ट्रांसफॉर्म. राज्य और केंद्र सरकार ने मिलकर के परफॉर्म करना होता है. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രപരമായ തീരുമാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വഖഫ് ബില്ലിലും രാഷ്ട്രപതിയുടെ പ്രശംസ. 25 കോടി ജനങ്ങളെ ഈ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി. ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് ഭാഗമായി പാർലമെന്റ് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. भारत की विकास यात्रा के इस अमृतकाल को आज मेरी सरकार अभूतपूर्व उपलब्धियों के माध्यम से नई ऊर्जा दे रही है. तीसरे कार्यकाल में 3 गुना तेज गति से काम हो रहा है. प्रधानमंत्री आवास योजना का विस्तार करते हुए 3 करोड़ अतिरिक्त परिवारों को नए घर देने का निर्णय लिया गया है. इसके लिए 5,36,000 करोड़ रुपया खर्च किए जाने की योजना है. ബജറ്റ് സമ്മേളനത്തിനായി പാർലമെന്റിലെത്തിയ രാഷ്ട്രപതിയെ പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ചേർന്ന് സ്വീകരിച്ചു. इस देश की संवैधानिक व्यवस्था और ये देखिए राष्ट्रपति का स्वागत करने के लिए प्रधानमंत्री नरेंद्र मोदी, उपराष्ट्रपति जगदीप धनखड़. 2 ഘട്ടങ്ങളായി ഏപ്രിൽ 4 വരെ നീളുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെയാണ്. ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റ് നാളെ അവതരിപ്പിക്കും. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ആദായ നികുതി സംവിധാനത്തിൽ പൊളിച്ചെഴുത്തൽ ഉണ്ടാകുമോ എന്നതാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന കേന്ദ്ര ബജറ്റിലെ ആകാംക്ഷ.
10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായനികുതി ഒഴിവാക്കിയേക്കാമെന്ന സുപ്രധാന പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക രംഗം പ്രതീക്ഷിത വളർച്ച കൈവരിക്കാത്ത സാഹചര്യത്തിൽ ഇടത്തരക്കാരുടെ ധനവിനിയോഗം വർദ്ധിപ്പിക്കാനുള്ള മറ്റ് നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ടാകും. പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവരിൽ 7.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നിലവിൽ ആദായ നികുതിയില്ല. ഇത് 2.5 ലക്ഷം രൂപ വർദ്ധിപ്പിച്ച് 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ഇനി മുതൽ ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് പരിഗണിക്കുന്നത്. നികുതി അടയ്ക്കേണ്ടതില്ലെങ്കിലും വാർഷിക വരുമാനം 3 ലക്ഷം രൂപ വരെയുള്ളവർ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കണം. ഇതിന്റെ പരിധി 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നതും ബജറ്റിൽ പരിഗണിക്കാനാണ് സാധ്യത. അതായത് വാർഷിക വരുമാനം 5 ലക്ഷം രൂപ വരെയുള്ളവർ ഇനി മുതൽ റിട്ടേൺ പോലും സമർപ്പിക്കേണ്ടതില്ല. 5 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ വാർഷിക വരുമാനമുള്ളവർക്ക് 25% ടാക്സ് സ്ലാബ് അവതരിപ്പിക്കുന്നതും ആലോചനയിലുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ബജറ്റിൽ പുതിയ നികുതി ഘടന തെരഞ്ഞെടുത്തവർക്കാണ് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഇത്തവണയും അത് പ്രതീക്ഷിക്കാം. പുതിയ നികുതി വ്യവസ്ഥയിൽ കൂടുതൽ ഇളവുകൾ നൽകി പഴയ നികുതി വ്യവസ്ഥയെ അപ്രധാനമാക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് സൂചന. പുതിയ നികുതി വ്യവസ്ഥ ആകർഷകമായതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 73% നികുതിദായകരും പുതിയ രീതിയിലേക്ക് മാറിയിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്നും 1 ലക്ഷം രൂപയായി ഉയർത്തുന്നതും ആലോചനയിലുണ്ട്. ATC ആനുകൂല്യം പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവർക്കും അനുവദിച്ചേക്കാം. ഇടത്തരക്കാരിലേക്ക് കൂടുതൽ പണം എത്തിക്കുക, അതുവഴി പണവിനിയോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച കൈവരിക്കാത്തതിന്റെ കാരണം ഇടത്തരക്കാരിൽ പണം എത്താത്തതുകൊണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനുള്ള പരിഹാരമായിട്ടാണ് നികുതി ഘടനയിലെ ഈ വലിയ മാറ്റം കേന്ദ്രം പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണ്ണവില കുതിക്കുന്നു. പവന് 960 രൂപയാണ് ഇന്ന് കൂടിയത്. ഇതോടെ പവന്റെ വില 61,840 രൂപയായി. 18 കാരറ്റ് സ്വർണത്തിന് പവന് വില 1,00,000 ലക്ഷവും കടന്നു. സ്വർണ്ണവില റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ്. ഗ്രാമിന് 120 രൂപ കൂടി 7,730 രൂപയിലെത്തി. പവന് 960 രൂപ കൂടി 61,840 രൂപയായി. ഒറ്റ ദിവസം ഇത്രയും വില കൂടുന്നത് സമീപ ദിവസങ്ങളിൽ ആദ്യമാണ്. കഴിഞ്ഞയാഴ്ചയാണ് പവൻ വില 60,000 കടന്നത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്നു സ്വർണ്ണവില. 30 ദിവസത്തിനിടെ 3,600 രൂപയാണ് കൂടിയത്. 18 ഗ്രാം സ്വർണത്തിന്റെ വില 50,000 രൂപ കടന്നു. 2024 ജനുവരി 29-ന് 18 ഗ്രാം സ്വർണം പവന് 38,240 രൂപയും ഗ്രാമിന് 4,780 രൂപയുമായിരുന്നു. ഇതാണിപ്പോൾ ഗ്രാമിന് 6,275 രൂപയിലും പവന് 50,200 രൂപയിലും എത്തിയത്. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം. ഹരികുമാർ പറഞ്ഞ